ചില്ലി ജാസ്മിൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് നോക്കിയപ്പം തോരൻ വെക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാനുള്ള സമയവും കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചേനത്തണ്ട് കണ്ടോ, ഈ ചേനയുടെ ഇലയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പം ഇതുപോലെ വിരിയാനായ അല്ലെങ്കിൽ ചെറുതായിട്ട് വിരിഞ്ഞ് തുടങ്ങിയ അല്ലെങ്കിൽ ഇതുപോലെ മൂത്ത് കഴിഞ്ഞാൽ തോരൻ വെക്കാനായിട്ട് അത്ര നല്ലതല്ല. ഈ പാകത്തിലാണ് നല്ലത്. അപ്പോൾ ഈ തണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേനയുടെ കൂടെ കിളുത്ത് വന്നിരിക്കുന്ന ഒരു ചെറിയ തണ്ടാണ്. അപ്പം നമ്മൾ ഇത് മുറിച്ചത് കൊണ്ട് നമുക്കിതിൻ്റെ ചോട്ടിൽ വളരുന്ന ചേനയ്ക്ക് ഒരു കേടുപാടും സംഭവിക്കത്തില്ല. നമുക്കൊരു തോരൻ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ഇത് കുറച്ച് ഇറക്കിയാണ് മുറിക്കുന്നത്. കണ്ടോ, കുറച്ചുകൂടെ താഴെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് മുറിക്കായിരുന്നു. ഞാൻ ഇത്രയും ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു തോരൻ വെക്കാനായിട്ട് തികയത്തില്ലേ. അപ്പം ഞാൻ വേറൊരു ചേനത്തണ്ടും കൂടെ മുറിക്കുന്നുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ചേനത്തണ്ടും അങ്ങോട്ട് വിരിഞ്ഞ് തുടങ്ങിയതേ ഉള്ളേ. അപ്പോൾ അധികം കനം വെച്ചിട്ടില്ല, കട്ടി വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് അതിൻ്റെ ഇലകളും കൂടെ മുറിച്ചിടുക. ഇത് കഴിഞ്ഞ വർഷം പറിക്കാതെ കിടന്ന ചേന മുളച്ചു വന്നിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇത് 1, 2 ഇത് മുഴുവനും പറിച്ചെടുക്കുവാണേ. ഇനി നമ്മളിത് ഈ ചേനയില അരിഞ്ഞിട്ടിന്ന് തോരൻ വെക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മളിത് ഈ ചേനയുടെ തണ്ട് മുറിച്ചുകൊണ്ട് വന്നത്തെ നോക്കിയാൽ അറിയാം. ഇത് കണ്ടോ, ഇത് ഒരുമാതിരി ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ബ്രൗൺ കളർ നമുക്ക് കാണിച്ചു തരുന്നത് എന്നാണെന്നറിയോ? ഇത് അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു ഇലവർഗ്ഗമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വിളർച്ചയും ഒക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി, വലിയവർക്കാണെങ്കിലും അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഇലക്കറികളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ അവിടുന്ന് മുറിച്ചെടുക്കുന്നത് ഞാൻ കാണിച്ചു തന്നിരുന്നതാണ്. അപ്പം ഇത്രയും ഇലകളാണുള്ളത്. നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് അരിയാൻ പോവാണ്. അപ്പോൾ ഈ തണ്ട് അങ്ങോട്ട് മുറിച്ച് വെച്ചിട്ട് അരിയാവേ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനൊന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ടാണ് അരിയുന്നത്. അപ്പം ഇതിനകത്തോട്ട് ഞാൻ കൊച്ചായിട്ട് അരിയുവാണ്. പിന്നെ ഇത് ചിലപ്പോൾ അരിയുമ്പം നമുക്ക് കൈക്ക് ചൊറിയലുണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പം നമ്മളിത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട്, സാധാരണ എല്ലാ ഇലക്കറികളും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇലക്കറികൾക്ക് മറ്റുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂടായാൽ ഉടനെ അതങ്ങോട്ട് അവിഞ്ഞിട്ട് ഉള്ളതിനേക്കാളും സൈസ് വീണ്ടും കുറയും. അപ്പം ഇച്ചിരി ഇല സൈസൊക്കെ കൂടി കിടന്നെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നും വരത്തില്ല. വേകുമ്പോൾ അവരങ്ങ് ചെറുതായി പൊക്കോളും. ഇതുവരെ എനിക്ക് ചൊറിയലൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ചേനയില പ്രശ്നമില്ലായിരിക്കും. ചേനയാണെങ്കിൽ പോലും നമ്മൾ അരിയുമ്പം ചിലർക്ക് അങ്ങനെ ചൊറിയാറില്ല. അതുപോലെ ചേന അരിയുമ്പോൾ ഇപ്പോൾ ചൊറിയുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയോ? ഇപ്പോൾ ഈ അടുപ്പ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടൊന്ന് കാണിച്ചാൽ മതി. ഈ ചേനയ്ക്ക് ചൊറിയൽ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഈ ചേനയ്ക്കകത്തൊരു കെമിക്കലുണ്ട്. ചേനയ്ക്കകത്താണേലും ചേനയിലക്കകത്താണേലും ചേമ്പിനകത്താണെങ്കിലും ഒക്കെ കാൽസ്യം ഓക്സലേറ്റ് എന്ന് പറയും. അപ്പം നമ്മളത് ചൂടാക്കുമ്പം അത് വിഘടിച്ച് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ചൂടാക്കുന്ന അവസരത്തിൽ ഇപ്പം ചില ആൾക്കാർ ചേനയൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിൻ്റെ മുകളിൽ പിടിക്കും. അല്ലെങ്കിൽ ചൂട് വെള്ളം ഉണ്ടാക്കിയിട്ട് ചെറിയ ചൂടിൽ കൈ നമ്മൾ മുക്കാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാവുന്നതെന്ന് പറയുന്നത് വിനാഗിരി ഒഴിച്ച് കൈ കഴുകിയാലും മതി. അപ്പോഴൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു രാസമാറ്റമാണ്. അതിൽ കൂടെ നമ്മുടെ കൈയുടെ ചൊറിയൽ മാറിക്കിട്ടും. അപ്പം ഞാൻ ഇത് നല്ല ചെറുതായിട്ട് അരിയുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ചേനത്തോരൻ ഇങ്ങനെ വെച്ചിട്ട് കൂട്ടിയിട്ടില്ല. അപ്പം നമുക്കിതൊന്ന് വെച്ചിട്ട് നോക്കാം, നല്ലതാണോ, നല്ല രുചിയുണ്ടോ, അതൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം. ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഇതുപോലെ ചേന മുളച്ച് നിൽക്കുന്ന ഒരവസരമാണ്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഈ ചേനത്തണ്ടൂടെ കൂട്ടിയിട്ട് അരിയുന്നത്, അല്ലെങ്കിൽ തികയത്തില്ല, ഇലക്കറി അങ്ങോട്ട് അവിഞ്ഞു പോകത്തില്ലേ. പക്ഷേ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ ചേനയെന്ന് പറയുന്നത്. ചേനയുടെ നമുക്കിപ്പം ചേന പാകമായാലും ഇപ്പം കുംഭമാസത്തിലെ നമ്മൾ നട്ടിരിക്കുന്ന ചേനയാണെങ്കിൽ നമുക്ക് കർക്കിടക മാസത്തിൽ തന്നെ പറിക്കാനും പറ്റും. അങ്ങനെ കർക്കിടക മാസത്തിൽ പറിച്ചെടുത്ത് പുഴുങ്ങുന്ന ചേനയ്ക്ക് നല്ല മയമായിരിക്കും. നമ്മൾ പറയും നെയ്യ് പോലെ വേകുന്ന ചേനയാന്ന് പറയും. നന്നായിട്ട് വേകും. മാത്രമല്ല രുചിയും നല്ല കൂടുതലുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വിളവ് കൂടും, പാകം കൂടും. അപ്പം അതിനകത്ത് നാരുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അതുകൊണ്ടാണ് രുചി കുറയുന്നത്.
ഇളം പ്രായത്തിലായിരിക്കുമ്പം അങ്ങോട്ട് കണ്ടമാനം വിളഞ്ഞു പോകുന്നതിന് മുന്നേ ആണെങ്കിൽ നാരുകൾ കുറവാണ്, അതുകൊണ്ടാണ് നല്ല രുചി കിട്ടുന്നത്. പിന്നെ നമുക്ക് ചേനയൊക്കെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ കാന്താരിമുളകാണ് വേണ്ടത്. കാന്താരിമുളകും ഉപ്പും ഉള്ളിയും കൂടെ ചതച്ച് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിനകത്ത് തൊട്ടിട്ട് ഈ ചേന പുഴുങ്ങിയത് തിന്നണം. നല്ല രുചിയാണ്. നമ്മുടെ ചേന വിളയട്ടെ, നമുക്കതുപോലെ പറിച്ചിട്ട് പുഴുങ്ങി തിന്നണം. നല്ല മയമൊക്കെ ഉണ്ട് കേട്ടോ, അരിയാനൊന്നും കട്ടിയൊന്നുമില്ല. ചേനയുടെ ഇല അരിഞ്ഞിട്ട് കൈയൊന്നും ചൊറിയുന്നൊന്നുമില്ല എനിക്കിതുവരെ. ഇനി അരിഞ്ഞ് കഴിയുമ്പോഴാണോ എന്നറിയാൻ മേല. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. കണ്ടോ, നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ചില ഇലകളൊക്കെ ഈ കൂട്ടി പിടിച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് ചാടിപ്പോകുന്നുണ്ട്. അപ്പം അത് ഒരെണ്ണം കണ്ട് വലുതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അതുകൂടെ എടുത്തങ്ങോട്ട് അരിഞ്ഞ് ചെറുതാക്കുവാണേ. അപ്പം നമ്മൾ ചേനയുടെ ഇല അരിഞ്ഞ് തീർന്നിട്ടുണ്ടേ. ഇതിന് അരയ്ക്കാനായിട്ട് ശകലം സാധനങ്ങളെടുത്തു. തേങ്ങയാണ് അടിയിൽ കിടക്കുന്നത്, പിന്നെ ഇച്ചിരി മഞ്ഞളിൻ്റെ പൊടി, ഒരു കുറച്ച് ജീരകം, പിന്നെ 2-3 പച്ചമുളക് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. അപ്പം ഞാനിതൊന്ന് ചതച്ചുകൊണ്ട് വരട്ടെ. ഇത് ചതച്ചെടുത്തിട്ടുണ്ടേ, കണ്ടോ. അപ്പം ഞാൻ ഇനി ചെയ്യുന്നത് ഈ അടുപ്പ് അങ്ങോട്ടൊന്ന് കത്തിക്കാം. കണ്ടല്ലോ, എൻ്റെ ഇത് ചീനച്ചട്ടി വെക്കുവാണ്. ഇത് ഇൻഡാലിയം ചീനച്ചട്ടിയാണേ. അപ്പോൾ അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് പറ്റിപ്പോട്ടെ, കഴുകി വെച്ചിരുന്നതാണ്. അപ്പം വെള്ളം പറ്റിപ്പോകുന്നതിന് വരെ അതൊന്ന് ചൂടാകട്ടെ. തീ നമ്മൾ കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ എണ്ണ അങ്ങോട്ട് ഒഴിക്കാം. അപ്പം ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, അതിനകത്തെ വെള്ളമൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ മതി, തോരനല്ലേ ഇത്. അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു. ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പം പെട്ടെന്ന് നമുക്ക് വെക്കണം. 12:30 സമയം കേട്ടോ. തോരൻ പിന്നെ വയ്ക്കാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട. ഇതൊന്ന് ചേർത്തിട്ട് ഒരു പ്രാവശ്യം തട്ടിപ്പൊത്തി വെച്ച്, രണ്ടാമത് പ്രാവശ്യം തട്ടിപ്പൊത്തി വെച്ച് നിരത്തിയിട്ട് കഴിഞ്ഞാൽ തോരനായി, ഒരു താമസവും ഇല്ല. അപ്പോൾ ഇത് എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നത് ഉഴുന്നുപരിപ്പാണേ. കടുക് ഞാൻ ചേർക്കുന്നില്ല. കടുക് ചേർക്കുന്നവർക്കാണെങ്കിൽ ആദ്യം ഇച്ചിരി കടുക് ഇട്ടിട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ ഈ ഉഴുന്നുപരിപ്പ് ചേർത്താൽ മതിയേ. ഉഴുന്നുപരിപ്പ് ചേർക്കുന്നത് തോരനുകൾക്കെല്ലാം നല്ലൊരു ടേസ്റ്റ് തരും. അപ്പം ഞാൻ ഇതങ്ങോട്ട് ഇടുവാണ്. ഇനി ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കറിവേപ്പില ചേർക്കണം. ചൂടാകുക എന്ന് പറഞ്ഞാൽ ഈ ഉഴുന്നുപരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചുവപ്പ് കളർ വന്നാൽ മതി. ഉഴുന്നുപരിപ്പിന് ഒരുമാതിരി ഒരു ക്രീം കളറാണല്ലോ, അത് കുറച്ചും കൂടി ഒന്ന് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ, ഒത്തിരി കണ്ടമാനം കരിഞ്ഞു പോകണ്ട, കരിഞ്ഞ് ചുവ വരും. ചെറുതായിട്ട് കളറ് മാറി തുടങ്ങിയിട്ടുണ്ടേ. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി കരിവേപ്പില ഇടുവാണേ. തീ കുറച്ച് വെക്കുവാണ്. എന്നിട്ടാണ് ഞാൻ ഇച്ചിരി കരിവേപ്പില ഇടുന്നത്. നമ്മുടെ തന്നെ കറിവേപ്പില പറിച്ച് ഞാൻ കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി അതിനകത്തോട്ട് നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ്. അപ്പം ഞാൻ ഇതുപോലെ ഈ അരപ്പ് ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ വീടുകളിൽ വയ്ക്കുമ്പം കടുക് വറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയെല്ലാം അരിഞ്ഞിട്ട് അങ്ങനെ ഒന്നും വേണമെന്നില്ല. നമ്മൾ തോരന് ഒരു ടേസ്റ്റ് വ്യത്യാസവും അല്ല, ടേസ്റ്റ് കുറവൊന്നും വരത്തില്ല ഇതൊന്നും ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതേ കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇതുപോലൊന്ന് ഈ ഇളക്കി കൊടുത്ത് ഈ അരപ്പിനകത്ത് നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്നറിയോ, നമ്മളുടെ ഈ ഇല അങ്ങോട്ട് ഇടുവാണേ. കുറച്ച് ഇല ഇട്ടിട്ട് നമ്മളിതൊന്ന് അടിയിൽ നിന്നുള്ള ഭാഗത്തിനെ മുകളിലേക്ക്, അരപ്പ് കണ്ടോ മുകളിലേക്ക് കയറി വരും, അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് ഞാൻ ചെയ്യുന്നതിനിടയ്ക്ക് അങ്ങ് പറയുമായിരുന്നു. കണ്ടോ, ഇതുപോലെ നമ്മൾ ഈ അരപ്പിനെ മുകളിലേക്ക് കൊണ്ടുവരും, അല്ലെ അത് അടിയിൽ തന്നെ കിടന്നിട്ട് ചൂട് കൂടി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ബാക്കിയും കൂടെ മുഴുവനും ഇതിനകത്തേക്ക് ഇട്ടു. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഇളക്കണം. ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുവാണേ. കണ്ടോ, ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇതുപോലൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെക്കണേ. അപ്പം നമ്മൾ ഉപ്പൊക്കെ ചേർത്തു. ഇത്രയും സാധനങ്ങളുടെ ആവശ്യമേ ഒരു തോരനുള്ളൂ.
ഉണ്ടോ? അതുപോലെ നമ്മളൊന്ന് തട്ടിപ്പൊത്തിട്ട് ഇലക്കറികൾ ഇങ്ങനെ തോരൻ വെക്കുന്ന അവസരത്തിൽ തട്ടിപ്പൊത്തിയിട്ട് അടച്ച് വെക്കണം എന്നില്ല. കണ്ടമാനം അതങ്ങോട്ട് കുഴഞ്ഞു പോകാനുള്ളൊരു സാധ്യത വരും. അപ്പോൾ ഇതുപോലെ ഇരുന്നാൽ മതി. ഇനി നമുക്ക് ഇച്ചിരി നേരം കഴിയുമ്പം ഒന്നും കൂടെ ഇളക്കി തട്ടിപ്പൊത്തി കൊടുക്കണം. അപ്പോൾ ഇച്ചിരി നേരം ഞാനിതൊന്ന് മൂടി വെക്കുവാണേ. നമുക്കിതൊന്ന് ഇളക്കിയിടാം. അപ്പം ചുവട്ടിലെ അടിഭാഗത്തിരിക്കുന്ന ഇലയുണ്ടല്ലോ, അത് മുകളിലോട്ട് വന്നിട്ട് മുകളിലത്തെ ഇല കൂടുതൽ ചൂട് കിട്ടുന്നത് പോലെ താഴെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതൊന്നും ഞാൻ ശകലം സാധാരണ ഇപ്പം നമ്മുടെ ചീരയിലൊന്നും ആണെങ്കിൽ മൂടി വെച്ചില്ലെങ്കിലും ഇപ്പം പടവലങ്ങ തോരൻ അതൊക്കെ വെക്കുമ്പോൾ മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്ന് ഞാൻ ശകലം മൂടി വെക്കുവാണേ. പുറത്ത് ഭയങ്കര മഴയാണ്. എല്ലാ സ്ഥലങ്ങളിലും മഴയുണ്ടോ? നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ മഴയാണോ? പക്ഷേ ഈ മഴ നമുക്ക് നല്ലതാണേ. നമുക്ക് വല്ലതുമൊക്കെ നട്ടുപിടിപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു വയ്ക്കാൻ പറ്റിയ ചെടിയൊക്കെ ചൂട് പിടിപ്പിക്കാൻ, ചെടിയായാലും പച്ചക്കറികളായാലും ഒക്കെ ചൂട് പിടിപ്പിക്കാൻ നല്ല സമയമാണ്. അതുപോലെ ഇപ്പോൾ ഇഞ്ചിയൊക്കെ നടാത്തവരുണ്ടെങ്കിൽ, ഇനിയും നടാൻ മറന്നു പോയവരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ അടുക്കള കറി വെക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഇഞ്ചിയൊക്കെ അവിടെ കിടന്നിട്ട് മുളയ്ക്കത്തില്ലേ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വെറുതെ അങ്ങോട്ട് കുഴിച്ചു വെച്ചാൽ മതി. നമുക്ക് സൗകര്യമുള്ളപ്പം, വളമൊക്കെ ഉള്ളപ്പം നമുക്ക് വളം ഇടാം. ഇപ്പോൾ വെറുതെ അങ്ങോട്ട് നട്ടു വെച്ചാലും ഉണ്ടായിക്കോളും. അപ്പം ഞാനിതൊന്ന് ഇളക്കി നോക്കട്ടെ. ഇനി ഇത് ഇച്ചിരി നിരന്ന് കിടക്കട്ടെ. കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇച്ചിരി നേരം ഇത് നിരന്ന്, അതുപോലെ തന്നെ അളവും കണ്ടമാനം കുറഞ്ഞിട്ടില്ല കേട്ടോ. ചീരയുടെ ഒന്നും അളവ് കുറയുന്നത് പോലെ അങ്ങോട്ട് കണ്ടമാനം കുറഞ്ഞു പോയിട്ടില്ല. ചെറിയൊരു അവിയലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നിരന്ന് കിടന്ന് വേകട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ അടുപ്പിന് ഇച്ചിരി ചൂട് കൂടുതലാണ്. ഞാൻ ഇതിലോട്ട് വെക്കാം. കണ്ട, ചെറിയ ചൂടേ ഉള്ളൂ. ഇതിന് ഇച്ചിരി തീ കൂടുതലാണ്. അപ്പം ഞാൻ എപ്പോഴും സാധാരണ ഞാൻ തോരൻ വെക്കുമ്പോൾ ഇങ്ങനെ മാറ്റി വയ്ക്കാറാണ് പതിവ്. അപ്പം നിങ്ങൾക്ക് കാണാമോ, ഞാൻ ഇച്ചിരി ചെരിച്ച് വെക്കാം. ഇങ്ങോട്ട് താഴെ ചാടി പോവും. ഇതുപോലെ ഒന്ന് ഇളക്കിയിടുക. സാധാരണ നമ്മൾ ചീരയൊക്കെ ആണെങ്കിലുണ്ടല്ലോ, കണ്ടമാനം ഈ തവിയുടെ ഈ ഭാഗം വെച്ചിട്ട് ഇളക്കിയാൽ കുഴഞ്ഞു പോകും. അപ്പം നമ്മൾ സാധാരണ തവിക്കണ വെച്ചിട്ടാണ് ഇളക്കാറ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇതൊരു 5 മിനിറ്റ് കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ചേനത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ നിർത്തി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ ഞാൻ ചോറുണ്ണാനായിട്ട് ഇച്ചിരി ചോറെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മോരുകറിയാണേ. ഇത് ഞാൻ മോരുകറി വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. നല്ല സൂപ്പർ കറിയാണ് ഇത്. പിന്നെ ഇച്ചിരി മീൻ കറിയാണ്. ഇത് ഇച്ചിരി മാങ്ങ അച്ചാറാണ്. ഒരു പപ്പടമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ തോരനും കൂടെ ചേർത്തിട്ട് ചോറുണ്ണാൻ പോവാണേ. അപ്പം ഞാൻ ഈ തോരൻ കഴിച്ചിട്ട് ടേസ്റ്റ് പറയാവേ. നല്ല സൂപ്പർ തോരനാണ്. എല്ലാവരും വെച്ച് നോക്കണം. ഇത്രയും അയൺ കണ്ടൻ്റുള്ള ഒരു ഇലക്കറി നമുക്ക് വേറെ കിട്ടാനില്ല. അപ്പോൾ ഇതുപോലെ ചേന വളർത്തുന്നവരെല്ലാം ഇതുപോലെ ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഗ്രോ ബാഗിലാണെങ്കിലും ഒരു ചെറിയ കഷ്ണം ചേന വെച്ചാൽ ഇതുപോലുള്ള ഇലക്കറിക്കുള്ളതും അതുപോലെ ചെറിയൊരു 1/2 കിലോ 1 കിലോ ഒക്കെ വരുന്ന ചേനയും കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം.